എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 ഓഗസ്റ്റ് 21 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമ്മൾ ക്ലാസ്സിലേക്ക് കിടക്കാം. 10th ലെവൽ, 12th ലെവൽ, ഡിഗ്രി ലെവൽ, ഇതിൽ ഏത് എക്സാമിന് വേണ്ടിയാണ് നിങ്ങൾ തയ്യാറെടുക്കുന്നത്? ഇത് ഏത് എക്സാം വേണമെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾക്കുള്ള റെക്കോർഡ് ക്ലാസ്സുമായിട്ട് ടാലന്റിന്റെ റാങ്ക് ഫെയിൽ ടീം എത്തിയിരിക്കുകയാണ്. ടാലന്റിന്റെ ആശാൻ ക്ലാസ്സുകൾ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും മികച്ച ഓഫറുകളിൽ തന്നെ നിങ്ങൾക്ക് ടാലന്റിന്റെ ആശാൻ ക്ലാസ്സുകൾ സ്വന്തമാക്കാവുന്നതാണ്. ഈ 10th, 12th, ഡിഗ്രിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, സ്പെഷ്യൽ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലാസ്സുകളിലൂടെ റെക്കോർഡ് വീഡിയോകൾ, അതിന്റെ സ്റ്റഡി നോട്ടുകൾ, അതിന്റെ ടോപ്പിക് വൈസ് എക്സാമുകൾ, മോഡൽ എക്സാമുകൾ, ഇനി അതുപോലെ തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സ് വീഡിയോകൾ, നോട്ടുകൾ, ഇതൊക്കെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ SCERT മേഖല ഒഴിവാക്കാൻ സാധിക്കില്ല അല്ലേ? അപ്പോൾ ഏറ്റവും പുതിയ SCERT പരിഗണിച്ചുകൊണ്ടുള്ള ക്ലാസ്സുകളും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല മന്ത്ലി മെന്റർ സപ്പോർട്ടും ഞങ്ങൾ ഉറപ്പാക്കുന്നുണ്ട്. സോ എത്രയും പെട്ടെന്ന് തന്നെ ടാലന്റിന്റെ ആശാൻ ക്ലാസ്സുകൾ പർച്ചേസ് ചെയ്യുക, നല്ല രീതിയിൽ പഠിക്കുക. അടുത്ത വർഷം നമുക്കൊരു സർക്കാർ ജോലി കയറണം. സോ ഇത് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് എക്സാമിന്റെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ഇനി നമുക്ക് മുന്നിലുള്ളത് സെക്രട്ടേറിയറ്റ് മെയിൻസ് എക്സാം ആണ്. സോ സെക്രട്ടേറിയറ്റ് മെയിൻസ് എഴുതാൻ വേണ്ടി ക്വാളിഫൈ ചെയ്ത എല്ലാവർക്കും ടാലന്റിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അപ്പോൾ ഈ മെയിൻസ് ക്ലിയർ ചെയ്യുക എന്നുള്ളത് വളരെ വലിയൊരു കടമ്പയാണ്. കാരണം അതിന്റെ രണ്ടാമത്തെ പേപ്പർ സ്പെഷ്യൽ ടോപ്പിക് ആണ്. അതിനുവേണ്ടി കുറച്ച് അധിക സമയം മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. സോ വളരെ നല്ല രീതിയിൽ ഈ ഒരു പേപ്പർ 2 വേണ്ടി തയ്യാറെടുക്കാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന തരത്തിൽ ടാലന്റ് സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള talentgala.com-ലും ഈ ബുക്ക് ലഭ്യമാണ്. അതല്ലെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഓഫർ പ്രൈസ് ആയിട്ടുള്ള 800 രൂപയ്ക്ക് സ്വന്തമാക്കാവുന്നതാണ്. പൊതുവെ 2025-26 ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്, ഒരുപാട് എക്സാംസ് നടക്കാറുണ്ട്. പ്രത്യേകിച്ച് ബെബ്കോ LDC, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ഇനി അതുപോലെ തന്നെ BFI തുടങ്ങി ഒരുപാട് എക്സാംസ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ ഈ എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവർക്കായി ടാലന്റ് ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ചർച്ച ചെയ്യാനുള്ള പോയിന്റ് ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ചെമ്മീൻ എന്ന് പറയുന്ന ചലച്ചിത്രം പുറത്തിറങ്ങിയിട്ട് 2025 എന്ത് ചെയ്യുകയാണ്? 60 വർഷം പൂർത്തിയാവുകയാണ്. അതായത് ചെമ്മീൻ എന്ന് പറയുന്ന എന്താണ് ചലച്ചിത്രം പുറത്തിറങ്ങിയിട്ട് 60 വർഷം പൂർത്തിയാവുന്നു. കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. 1965 എന്ത് ചെയ്ത ഈ ഒരു ചിത്രം പുറത്തിറങ്ങിയത്. നമുക്കറിയാം അല്ലെ, തകഴി ശിവശങ്കര പിള്ളയുടെ ചെമ്മീൻ എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കി എന്താണ് എടുത്തൊരു സിനിമയാണ് ഈ പറയുന്ന ചെമ്മീൻ എന്ന് പറയുന്നത്. ഇതിലെ കഥാപാത്രങ്ങളെയും വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാവുന്നതാണ് അല്ലെ. കറുത്തമ്മ, പരേക്കുട്ടി, അതുപോലെ തന്നെ ചെമ്പൻ കുഞ്ഞ് തുടങ്ങി ഒരുപാട് ക്യാരക്ടേഴ്സ് ഒക്കെ ഉള്ള വളരെ വിശാലമായ ഒരു നോവലാണ് ചെമ്മീൻ. അപ്പോൾ അതിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം എന്താണ്? ചെമ്മീൻ എന്ന് തന്നെയാണ് അതിന്റെയും പേര്. ചിത്രത്തിന്റെ സംവിധായകൻ എന്ന് പറയുന്നത് രാമു കാര്യാട്ടാണ്. ആരാണ്? രാമു കാര്യാട്ടാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ നിന്നും ആദ്യമായിട്ട് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ചിത്രം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ചെമ്മീനാണ്. അപ്പോൾ ഇതാണ് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം എന്ന് പറയുന്നത് ചെമ്മീനാണ്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ആപ്ലിക്കേഷൻ ആണ്. അതായത് ഹരിതമിത്രം 2.0 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതിൽ തന്നെ ഹരിതമിത്രം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നമുക്കറിയാം അല്ലേ. അതായത് നമ്മുടെ വീടുകളിൽ നിന്നും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിൽ നിന്നും മാലിന്യം ശേഖരിക്കുന്ന ഹരിത കർമ്മ സേനാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഹരിതമിത്രം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന ഇതാണ് ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ പരിഷ്കരിച്ച പതിപ്പാണ് എന്തെന്ന് പറയുന്നത് ഹരിതമിത്രം 2.0 എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷനിൽ ഇപ്പോൾ പുതുതായിട്ട് ഒരു ഫീച്ചർ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഡിജിറ്റൽ എന്ത് ചെയ്യാൻ പറ്റും, പണം അടയ്ക്കാനും ഓൺലൈനായിട്ട് പണം അടയ്ക്കാനുള്ള സൗകര്യവും എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്ത ജസ്റ്റ് ഹരിതമിത്രം എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓർത്തിരിക്കുക. അതായത് നമ്മുടെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും എന്താണ് മാലിന്യം ശേഖരിക്കുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ് എന്തെന്ന് പറയുന്നത് ഹരിതമിത്രം ആപ്ലിക്കേഷൻ. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ബുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? അപ്പോൾ എന്താണ് പറഞ്ഞത്? മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന പുസ്തകം രചിച്ചത് ആരാണ്? അത് അരുന്ധതി റോയ് ആണെന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. അതായത് അരുന്ധതി റോയുടെ അമ്മയായിട്ടുള്ള മേരി റോയുടെ മരണശേഷമുള്ള എന്താണ് അവരുടെ കുറച്ച് ഓർമ്മക്കുറിപ്പുകൾ, അതായത് അവരുടെ അമ്മയെക്കുറിച്ചുള്ള എന്താണ് കുറച്ച് ഓർമ്മക്കുറിപ്പുകളാണ് ഈ ഒരു പുസ്തകത്തിൽ, അതായത് മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുള്ളത്. ഇനി ഈ പറയുന്ന അരുന്ധതി റോയ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതായത് അരുന്ധതി റോയുടെ ആദ്യത്തെ നോവലായിട്ടുള്ള എന്താണ് ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്ന നോവലിന് 1997 എന്താണ് ബുക്കർ പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ബുക്കർ സമ്മാനം നേടിയിട്ടുള്ള എഴുത്തുകാരിയാണ് അരുന്ധതി റോയ് എന്ന് പറയുന്നത്. ദ ഗോഡ് ഓഫ് സ്മാൾ തിങ്സ് എന്ന് പറയുന്ന പുസ്തകത്തിനാണ് എന്ത് ചെയ്ത ബുക്കർ പ്രൈസ് ലഭിച്ചത്. സോ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, ഒന്ന് ഓർത്തിരിക്കുക.
അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് ആരാണ്? അപ്പോൾ 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് ആരാണ്? അത് മണിക വിശ്വകർമ്മ. ആരാണ്? മണിക വിശ്വകർമ്മയാണ്. ഇത് വളരെ കാര്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി മത്സരം നടന്നത് എവിടെ വെച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയ്പൂർ ആണ്. എവിടെയാണ്? ജയ്പൂർ വെച്ചാണ് നടന്നത്, അതായത് രാജസ്ഥാനിലാണ് എന്ത് ചെയ്തത് ഈ പറയുന്ന 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ മത്സരം നടന്നത്. അതിൽ കിരീടം നേടിയത് രാജസ്ഥാൻ സ്വദേശിനിയായിട്ടുള്ള ആരാണ്? മണിക വിശ്വകർമ്മയാണ്. ഇതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഈ മണിക വിശ്വകർമ്മ എന്ത് ചെയ്യും? 2025 നടക്കുന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിക്കും എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2025 മിസ് യൂണിവേഴ്സ് മത്സരം നടക്കുന്നത് എവിടെയാണ്? അത് തായ്ലൻഡ് ആണ്. അപ്പോൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വയ്ക്കുക, 2025 തായ്ലൻഡിൽ നടക്കുന്ന എന്താണ് മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്നത് ആരാണ്? മണിക വിശ്വകർമ്മയാണ്. രാജസ്ഥാൻ സ്വദേശിനിയാണ്. അപ്പൊ ഈ മണിക വിശ്വകർമ്മ എന്താണ് 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടി. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി, അതായത് ശ്രമശ്രീ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ അടുത്തിടെ ശ്രമശ്രീ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനമാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? അടുത്തിടെ ശ്രമശ്രീ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ഏത് സംസ്ഥാനം? അത് പശ്ചിമ ബംഗാൾ ആണെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് ഒന്ന് നോട്ട് ചെയ്ത് തന്നെ വയ്ക്കുക. ഇനി എന്താണ് ഈ ഒരു പദ്ധതി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഈ ഒരു ബംഗാളിലൊക്കെ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റ് സ്റ്റേറ്റുകളിലേക്ക് ജോലിക്ക് പോകുന്നുണ്ട്. അപ്പൊ അവര് എന്ത് ചെയ്യുന്നു? അവിടെ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചെത്തുന്നു, അല്ലെങ്കിൽ അവിടെ നിന്ന് മതിയാക്കി തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് പുതിയ ജോലി കണ്ടെത്തുന്നത് വരെയോ അല്ലെങ്കിൽ എന്താണ് ഒരു വർഷത്തേക്കോ 5000 രൂപ വെച്ച് പ്രതിമാസം നൽകുന്ന പദ്ധതിയാണ് എന്തെന്ന് പറയുന്നത്? ശ്രമശ്രീ എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്നും തൊഴിൽ അന്വേഷിച്ച് പുറത്തു പോവുകയും അല്ലെങ്കിൽ അവിടെ പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്നവര് നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം പുതിയ ജോലി കിട്ടുന്നത് വരെയോ അല്ലെങ്കിൽ ഒരു വർഷ കാലയളവിലേക്കോ എന്താണ് അവർക്ക് പ്രതിമാസം 5000 രൂപ വീതം നൽകുന്ന പദ്ധതിയാണ് ശ്രമശ്രീ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ആരംഭിച്ചത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. അപ്പോൾ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന് വേണ്ടിയുള്ള നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് മുന്നിൽ വളരെ കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് വളരെ നല്ല രീതിയിൽ തയ്യാറെടുക്കുക. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാമിന്റെ സിലബസിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് സ്പെഷ്യൽ ടോപ്പിക്കിനാണ്. അപ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ റാങ്കിൽ മുന്നോട്ട് വരാനായിട്ട് നമുക്ക് സാധിക്കും. സോ ഈ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനുള്ള സ്പെഷ്യൽ ടോപ്പിക് ബുക്ക് ടാലന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട്, മീഷോ എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള channelkela.com ഈ ബുക്ക് ലഭ്യമാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആരൊക്കെയാണെന്നാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി തന്നെ പറഞ്ഞു അല്ലെ, ജഗദീപ് ധൻകർ രാജിവെച്ചതിനെ തുടർന്ന് എന്ത് ചെയ്തിരിക്കുകയാണ്? പുതിയൊരു ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ്. സോ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ഷൻ പോലെ തന്നെയാണ് നടക്കുന്നത്. കാരണം വിജ്ഞാപനം ഓൾറെഡി വന്നിട്ടുണ്ട്. എന്നാണ് വന്നത്? 2025 ഏത് മാസം? ഓഗസ്റ്റ് മാസം, തീയതി 7. അപ്പോൾ 2025 ഓഗസ്റ്റ് 7 എന്ത് ചെയ്തു? ഈ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം വന്നു. ഇനി അതിനുശേഷം ഇലക്ഷൻ എന്നാ നടക്കുക? 2025 സെപ്റ്റംബർ 9 എന്ത് ചെയ്യും? ഇലക്ഷൻ നടക്കും. അന്ന് തന്നെയാവും വോട്ടെണ്ണൽ നടക്കുക. കാരണം ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. അതായത് എന്താണ്? ഒരു സ്ഥാനാർത്ഥി മാത്രം ഉണ്ടെങ്കിൽ എന്തിന്റെ ആവശ്യമില്ലായിരുന്നു? ഇലക്ഷന്റെ ആവശ്യമില്ലായിരുന്നു. ഇപ്പൊ ഇവിടെ ഭരണപക്ഷവും അതുപോലെ തന്നെ പ്രതിപക്ഷവും എന്ത് ചെയ്തിരിക്കുന്നു? 2 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ആ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്. ഒന്ന് CP രാധാകൃഷ്ണൻ. ആരാണ്? CP രാധാകൃഷ്ണൻ. അതായത് ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥാനാർത്ഥിയാണ് ആരെന്ന് പറയുന്നത്? CP രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. ഇനി പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് സുദർശൻ റെഡ്ഡിയാണ്. സോ ഇത് 2-3 കൃത്യമായിട്ട് നോട്ട് ചെയ്യുക. സോ ഇവർ 2 പേരും ആയിരിക്കും എന്ത് ചെയ്യുക? ഇതുപോലുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഇവർ 2 പേരും ആയിരിക്കും ഈ ഒരു വൈസ് പ്രസിഡന്റ് ഇലക്ഷനിൽ എന്ത് ചെയ്യുന്നത്? മത്സരിക്കുന്നത്. ഇതിനു മുൻപ് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആരാണ്? ജഗദീപ് ധൻകർ രാജിവെച്ചിരുന്നു. ഇനി ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിയുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി ചർച്ച ചെയ്യും. അടുത്ത നമുക്ക് നോക്കാനുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ബഹിരാകാശ ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് വെനേറ ഡി എന്ന് പറയുന്ന മിഷൻ ദൗത്യം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ഏത് രാജ്യം? എന്താണ്? വെനേറ ഡി എന്ന് പറയുന്ന ദൗത്യം വിക്ഷേപിക്കാൻ ഒരുങ്ങുന്നത് ഏത് രാജ്യമാണ്? അത് റഷ്യ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഈ ഒരു ദൗത്യത്തെ പറ്റി പറഞ്ഞു അല്ലെ, വെനേറ ഡി എന്ന് പറയുന്ന ദൗത്യം. ശരിക്കും എന്തിനു വേണ്ടിയിട്ടുള്ള ദൗത്യമാണ് ഈ വെനേറ ഡി എന്ന് പറയുന്നത്? അത് ശുക്രനിലേക്ക്, അതായത് 2036 മുൻപ് ശുക്രനിലേക്ക് പേടകം അയക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി റഷ്യ നടത്തുന്ന ഒരു ദൗത്യമാണ് എന്ന് പറയുന്നത് വെനേറ. അപ്പോൾ റഷ്യയുടെ ശുക്ര ദൗത്യമാണ് എന്ന് പറയുന്നത് വെനേറ ഡി. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക.
ഇനി സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 3 ടൂർണമെന്റുകളെ പറ്റി നമ്മൾ എന്ത് ചെയ്യുന്നു, ചർച്ച ചെയ്യാൻ പോവുകയാണ്. അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് 2025 പുരുഷ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ്? അപ്പൊ എന്താണ് പറഞ്ഞത്? 2025 പുരുഷ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് ആരാണ്? സൂര്യകുമാർ യാദവ് ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഈ ഒരു ടീമിൽ നമ്മുടെ മലയാളിയായിട്ടുള്ള സഞ്ജു സാംസൺ എന്ത് ചെയ്തിട്ടുണ്ട്, ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ 2025 പുരുഷ ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെട്ട മലയാളി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സഞ്ജു സാംസൺ ആണ്. ഇനി അതുപോലെ തന്നെ ഈ വർഷം നടക്കുന്നത് എന്താണ്? 2020 ഫോർമാറ്റിലുള്ള മത്സരങ്ങളായിരിക്കും. മത്സരം നടക്കുന്നത് UAE-യിലാണ്. എവിടെയാണ്? UAE-യിലാണ് മത്സരം നടക്കുക. ഇനി അതുപോലെ തന്നെ 8 ടീമുകളാണ് പങ്കെടുക്കുന്നത്. എത്രയാണ്? 8 ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. ഇത്രയും കാര്യം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വയ്ക്കാം. മറ്റു കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ടൂർണമെന്റ് കഴിയുമ്പോൾ ചർച്ച ചെയ്യും. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആണ്. നമ്മൾ ഓൾറെഡി തന്നെ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് കഴിഞ്ഞു അല്ലെ. അതായത് 2025 വനിതാ ഏകദിന ലോകകപ്പ് അഥവാ ഇന്ത്യയിൽ വെച്ചാണ് നടക്കുന്നത്. 13ാമത് എഡിഷൻ. ഇപ്പോൾ 13ാമത് വനിതാ ലോകകപ്പ് 2025 നടക്കുന്നു. ഇന്ത്യയാണ് ആതിഥേയ രാജ്യം. പക്ഷേ പാകിസ്ഥാന്റെ മത്സരങ്ങൾ എവിടെ വെച്ച് നടക്കാം? ശ്രീലങ്കയിൽ വെച്ച് നടക്കും. സോ ഈ ഒരു വനിതാ ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെയും എന്ത് ചെയ്തു, പ്രഖ്യാപിച്ചു. അതിനെ നയിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹർമൻപ്രീത് കൗർ. ആരാണ്? ഹർമൻപ്രീത് കൗർ ആണ് ഈ ഒരു ടീമിനെ നയിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ടീമിൽ ഇപ്പോൾ നിലവിൽ മലയാളികളൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഉൾപ്പെട്ടിട്ടില്ല. ഇനി ഇപ്പോൾ നടക്കുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു 13ാമത് ലോകകപ്പാണെന്ന് പറഞ്ഞു. 8 ടീമുകളാണ് പങ്കെടുക്കുന്നത്. എത്രയാണ്? 8 ടീമുകളാണ് ഇവിടെയും പങ്കെടുക്കുന്നത്. സോ ഇതുകൂടി ഓർത്ത് വയ്ക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, 2025 കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ്? നമുക്കറിയാം നമ്മുടെ കേരള ക്രിക്കറ്റ് ലീഗ് ആരംഭിക്കാൻ പോവുകയാണ്. ഇനി കുറച്ച് ദിവസത്തേക്ക് എന്താണ്, നമ്മുടെ തലസ്ഥാന നഗരിയിൽ എന്തായിരിക്കും, ക്രിക്കറ്റ് ആരംഭം മാത്രമായിരിക്കും. അപ്പോൾ 2025 കേരള ക്രിക്കറ്റ് ലീഗ് അല്ലെങ്കിൽ കേരള ക്രിക്കറ്റ് ലീഗിന്റെ എത്രാമത്തെ എഡിഷൻ? 2ാമത് എഡിഷന്റെ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് ആരൊക്കെയാണ്? അത് ഏരീസ് കൊല്ലം സെയിലേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും ആണ്. നമുക്കറിയാം ഏരീസ് കൊല്ലം സെയിലേഴ്സ് പ്രഥമ KCL ജേതാക്കളായിരുന്നു അല്ലെ. അപ്പോൾ അവരാണ് എന്ത് ചെയ്യുന്നത്, ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. വേദി നമുക്കറിയാം അല്ലെ, ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ്. തിരുവനന്തപുരം ജില്ലയിലെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുക. ഇനി ഈ ഒരു KCL ബ്രാൻഡ് അംബാസഡർ ആരാണ്? അത് മോഹൻലാൽ ആണെന്നുള്ള കാര്യം ഓർക്കുക. ഇനി ഈ വർഷത്തെ KCL ഭാഗ്യചിഹ്നം ഉണ്ട് അല്ലെ. 1 അല്ല 3 ആണ് ഭാഗ്യചിഹ്നങ്ങൾ. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ബാറ്റേന്ത്യ കൊമ്പനാണ് അല്ലെ. അതിന്റെ പേരെന്ന് പറയുന്നത് വീരു. എന്താണ്? വീരു ആണ്. ഇനി അതുപോലെ തന്നെ ഒരു വേഴാമ്പലുണ്ട്, അതിന്റെ പേര് ചാരു എന്നാണ്. ഇനി അതുപോലെ തന്നെ ഒരു ചാക്യാരും ഉണ്ട്. അപ്പോൾ ഈ 3 പേരാണ് എന്നു പറയുന്നത് 2ാമത് എഡിഷന്റെ ഭാഗ്യചിഹ്നങ്ങൾ എന്ന് പറയുന്നത്. സോ അത് ഓർക്കുക, അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. അപ്പോൾ ഈ ഒരു ടൂർണമെന്റ് കഴിയുന്ന സമയം നമ്മൾ എന്ത് ചെയ്യും, അത് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യും. ഇനി നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞ എന്തായിരുന്നു? ചെമ്മീൻ എന്ന് പറയുന്ന ചലച്ചിത്രം പുറത്തിറങ്ങിയിട്ട് എത്ര വർഷം പൂർത്തിയായി? 60 വർഷം പൂർത്തിയായി. എന്തൊക്കെ കാര്യങ്ങൾ ഇതിൽ നോട്ട് ചെയ്യണം? ചെമ്മീൻ എന്ന് പറയുന്ന നോവലിനെ ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചിത്രം. തകഴിയുടെ നോവലാണ് ചെമ്മീൻ എന്ന് പറയുന്നത്. ചിത്രത്തിന്റെ സംവിധാനം രാമു കാര്യാട്ടാണ്. പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം. ഇതൊക്കെ ചെമ്മീന്റെ പ്രത്യേകതകളാണ്. ഇനി അതിനുശേഷം പറഞ്ഞത് ഹരിതമിത്രം ആപ്ലിക്കേഷന്റെ പരിഷ്കരിച്ച പതിപ്പിനെ പറ്റി പറഞ്ഞു. അത് ഹരിതമിത്രം 2.0 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഓൺലൈൻ പേയ്മെന്റ് സംവിധാനം കൂടി ഉൾപ്പെടുത്തിയാണ് ഈ ഒരു ആപ്പ് ഇപ്പോൾ പുറത്തിറങ്ങാനായിട്ട് പോകുന്നത്. അതിനുശേഷം ഒരു പുസ്തകം പറഞ്ഞു, അതായത് മദർ മേരി കംസ് ടു മീ എന്ന് പറയുന്ന അരുന്ധതി റോയുടെ ഓർമ്മക്കുറിപ്പുകളാണ്. അപ്പോൾ അത് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്യുക. അതിനുശേഷം പറഞ്ഞത് 2025 മിസ് യൂണിവേഴ്സ് ഇന്ത്യ കിരീടം നേടിയത് ആരാണെന്ന് പറഞ്ഞു. അത് മണിക വിശ്വകർമ്മയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വേദി രാജസ്ഥാനാണ്. ഇനി ഈ മണിക വിശ്വകർമ്മ 2025 നടക്കുന്ന, എവിടെ വെച്ച് നടക്കുന്ന? തായ്ലൻഡിൽ വെച്ച് നടക്കുന്ന മിസ് യൂണിവേഴ്സ് മത്സരത്തിൽ എന്ത് ചെയ്യും? ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കും. അതിനുശേഷം പറഞ്ഞതൊരു പദ്ധതിയാണ്. എന്ത് പദ്ധതി? ശ്രമശ്രീ എന്ന് പറയുന്ന പദ്ധതി. എന്നാണ് ശ്രമശ്രീ എന്ന് പറയുന്ന പദ്ധതി ആരംഭിച്ചത് ഏത് സ്റ്റേറ്റാ? പശ്ചിമ ബംഗാളാണ്. എന്തിനു വേണ്ടി ആരംഭിച്ചു? പശ്ചിമ ബംഗാളിൽ നിന്നും ജോലിക്കായിട്ട് പുറത്തു പോയതോ അല്ലെങ്കിൽ പുറത്തുള്ള ജോലി മതിയാക്കി എന്നാണ് വന്നതോ ആയിട്ടുള്ളവർക്ക് എന്താണ് ഒരു പുതിയ ജോലി കണ്ടെത്തുന്നത് വരെ പ്രതിമാസം 5000 രൂപ വെച്ച് അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് പ്രതിമാസം 5000 രൂപ വെച്ച് നൽകുന്ന പദ്ധതിയാണ് ശ്രമശ്രീ എന്ന് പറയുന്ന പദ്ധതി. അതിനുശേഷം പറഞ്ഞത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പാണ്. 17ാമത് ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് 2025 നടക്കുന്നു. സോ അതിന്റെ കാൻഡിഡേറ്റുകളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആരൊക്കെയാണ്? CP രാധാകൃഷ്ണനും അതുപോലെ തന്നെ സുദർശൻ റെഡ്ഡിയുമാണ്. ഇത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഈ ഒരു ഇലക്ഷൻ കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യും? ചർച്ച ചെയ്യും. അതിനുശേഷം പറഞ്ഞത് എന്താണ്? വെനേറ ഡി എന്ന് പറയുന്ന മിഷൻ ആര് വിക്ഷേപിക്കുന്നു? റഷ്യ വിക്ഷേപിക്കുന്നു. ഏത് ഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട ദൗത്യമാണ്? ശുക്രനുമായിട്ട് ബന്ധപ്പെട്ട ദൗത്യമാണ്. അതായത് 2036 മുൻപ് ശുക്രനിലേക്ക് ഒരു പേടകം അയക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി റഷ്യ വിക്ഷേപിക്കുന്ന ഉപഗ്രഹമാണ് വെനേറ ഡി എന്ന് പറയുന്ന ദൗത്യം.
അതിനുശേഷം സ്പോർട്സുമായി ബന്ധപ്പെട്ട അതായത് പ്രധാനപ്പെട്ട 3 ടൂർണമെന്റുകൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് 2025 എവിടെ വെച്ച UAE വെച്ച് നടക്കുന്ന പുരുഷ ഏഷ്യ കപ്പ്. അതിൽ ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത് സൂര്യകുമാർ യാദവ്. ഈ ടീമിൽ ഒരു മലയാളി ആരാണ്? സഞ്ജു സാംസൺ. ഇനി അതിനുശേഷം പറഞ്ഞ എന്താണ്? 2025 വനിതാ ഏകദിന ലോകകപ്പ്. അപ്പോൾ നയിക്കുന്നത് ആരാണ്? ഹർമൻപ്രീത് കൗർ. വേദി എവിടെയാണ്? ഇന്ത്യയാണ്. പാകിസ്ഥാന്റെ മത്സരങ്ങൾ ശ്രീലങ്കയിൽ നടക്കും. ഇനി ഈ ടീമിൽ ഇതുവരെ എന്താണ് മലയാളികൾ ആരും തന്നെ ഇല്ല. പക്ഷേ സ്റ്റാൻഡ് ബൈ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ മിന്നു മണിയെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദെൻ അതിനുശേഷം പറഞ്ഞത് എന്താണ്? സെക്കൻഡ് എഡിഷൻ കേരള ക്രിക്കറ്റ് ലീഗിന്റെ സെക്കൻഡ് എഡിഷനെ പറ്റി പറഞ്ഞു. ഉദ്ഘാടന മത്സരത്തിൽ ഏരിയസ് കൊല്ലം സെയിലേഴ്സും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും എന്ത് ചെയ്യും? ഏറ്റുമുട്ടും എന്നുള്ള കാര്യം പറഞ്ഞു. സോ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, ആന്റി ഡ്രോൺ സംവിധാനം സജ്ജമാക്കുന്ന ഇന്ത്യയിലെ ആദ്യ തുറമുഖം ഏത് എന്നാണ്. അപ്പോൾ മംഗലാപുരം തുറമുഖം, കാൺല തുറമുഖം, വിശാഖപട്ടണം തുറമുഖം, ചെന്നൈ തുറമുഖം. ഇതിന്റെ ശരിയുത്തരം കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, ദുർഗാപൂജയുടെ ഭാഗമായിട്ട് ആക്സസിബിലിറ്റി പ്രോഗ്രാം വികസിപ്പിക്കുന്നതിനായി യുനെസ്കോയുമായി സഹകരിക്കുന്ന സ്ഥാപനം ഏത് എന്നാണ്. അപ്പോൾ IIT ഗുവാഹത്തി, IIT മുംബൈ, IIT ഖരഗ്പൂർ, IIT കൊൽക്കത്ത. ശരിയുത്തരം കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം, 2025 ഓഗസ്റ്റിൽ IOCയുടെ മാനസികാരോഗ്യ അംബാസിഡറായിട്ട് നിയമിതനായത് ആരെന്നാണ്. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ എന്താണ്? അഭിനവ് ബിന്ദ്രയാണ്. നമുക്കറിയാം അഭിനവ് ബിന്ദ്ര എന്ന് പറയുന്നത് 2008 ബീജിംഗ് ഒളിമ്പിക്സിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇദ്ദേഹത്തിന് സ്വർണ്ണ മെഡൽ ഷൂട്ടിംഗ് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണ്ണം നേടിയ ആദ്യ താരം എന്ന് പറയുന്നത് ആരാണ്? അഭിനവ് ബിന്ദ്രയാണ്. ഇനി ഈ ഓപ്ഷനിലുള്ള നീരജ് ചോപ്ര ആവട്ടെ. നീരജ് ചോപ്ര എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ വ്യക്തിഗത സ്വർണ്ണം നേടിയ ആദ്യ എന്ന് പറയുന്നത് ആരാണ്? നീരജ് ചോപ്രയാണ്. സോ ഇത് രണ്ടും തമ്മിൽ ഒരിക്കലും തിരിഞ്ഞു പോകാൻ പാടില്ല. കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, 2025 ഓഗസ്റ്റിൽ നാഗാലാൻഡ് ഗവർണറുടെ അധിക ചുമതലയ്ക്കായിട്ട് നിയമിക്കപ്പെട്ടത് ആരെന്നാണ്. അപ്പോൾ ആരാണ്? അജയ് കുമാർ ഭല്ല. ആരാണ്? അജയ് കുമാർ ഭല്ലയാണ് ഇപ്പോൾ നാഗാലാൻഡിന്റെ അധിക ചുമതല എന്ത് ചെയ്യുന്നത്? വഹിക്കുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർക്കുക. നമുക്കറിയാം ലാ ഗണേശന്റെ വിയോഗത്തെ തുടർന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അജയ് കുമാർ ഭല്ലയ്ക്ക് ചുമതല നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് തന്നെ പോവുക. നല്ലപോലെ വർക്ക് ചെയ്യുക. എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2025 ഓഗസ്റ്റ് 21 തീയതിയിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.